കേരളത്തിലെ ബി ജെ പിയുടെ സാധ്യതകൾ 2026 എത്രയാണ്? നമുക്കറിയാം, 2026 കോൺഗ്രസോ ഇടതുപക്ഷമോ ഇതിലേതെങ്കിലും ഒരു കക്ഷി മാത്രമേ അധികാരത്തിൽ വരാനുള്ള സാധ്യതയുള്ളൂ. കാരണം ബി ജെ പി ആ നിലയിൽ വളർന്നിട്ടില്ല. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിൽ ഇവിടെ മാറ്റം കൊണ്ടുവരണമെങ്കിൽ ബി ജെ പിക്ക് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ കക്ഷിയുടെ പരിപൂർണ പിന്തുണ കൂടി വേണം. കാരണം എന്ന് പറയുന്നത്, സാധാരണ ഹിന്ദു വോട്ട് മെജോറിറ്റി ഉണ്ടെങ്കിലും അത് 3 പാർട്ടികളിലായിട്ട് വിഘടിച്ച് പോവുകയാണ്. അത് കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും ബി ജെ പിക്കുമായിട്ട് പോവുകയാണ്. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാതെ ഒരു കാരണവശാലും അവർക്ക് നിയമസഭയിൽ അത്ഭുതങ്ങൾ കാണിക്കുവാൻ സാധിക്കില്ല. പിന്നെ എല്ലായ്പ്പോഴും ബി ജെ പി പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഇത്ര സീറ്റ് പിടിക്കുക. അത് സ്വാഭാവികമായിട്ട് ഏതൊരു രാഷ്ട്രീയ കക്ഷിയും പറയുന്നതാണ്. ഇനി അടുത്ത് അവരുടെ സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെക്കാളും വലിയ സംഘടനാ സംവിധാനം രാജ്യമൊട്ടുക്കുമുള്ള, അല്ലെങ്കിൽ തന്നെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി, അതുപോലെ ലോകത്തെ ഏറ്റവും വലിയ ഘടകങ്ങൾ, ഏറ്റവും വലിയ സംഘടന എന്ന് പറഞ്ഞാൽ RSS പോലുള്ള എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന വലിയ സംഘടനാ സംവിധാനത്തിൻ്റെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് സപ്പോർട്ടുണ്ട്. കാരണം താഴേക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിക്കും. അതിന് മുടക്കാനുള്ള സാമ്പത്തിക ശേഷി അതെല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും ജനങ്ങളുടെ വോട്ട് ലഭിക്കുന്ന എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുടെ വോട്ടുകൾ ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് അധികാരത്തിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒരു 10ഓ 15ഓ, ഇപ്പോൾ ബി ജെ പി ഒരു 20% വോട്ട് പിടിച്ചാൽ പോലും അത് ചിലപ്പോൾ 2ഓ 3ഓ സീറ്റ്, 3ഓ 4ഓ സീറ്റ് പിടിക്കാൻ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അത് നിയമസഭാ ഇലക്ഷനെ സംബന്ധിച്ചോളം 3ഓ 4ഓ 5ഓ സീറ്റ് പിടിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമേ അല്ല. ഒന്നും എത്താൻ സാധിക്കില്ല. പക്ഷേ അപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അപ്പോഴും അത് ശക്തമായിട്ട് ബി ജെ പി രംഗത്തിറങ്ങും. ഇപ്പോൾ ബി ജെ പി വളരെ സടകുടഞ്ഞ് ബി ജെ പി രംഗത്തിറങ്ങുന്നു. പക്ഷേ അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തെക്കാളും അത് ബാധിക്കുന്നത് കോൺഗ്രസിനെ ആയിരിക്കും. കോൺഗ്രസിലെ വോട്ടുകൾ ചിലപ്പം ചോർച്ചയുണ്ടാകും. അത് ഇടതുപക്ഷത്തിന് ഗുണകരമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നത് സാധാരണ മിക്കവാറും 2026 നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം ഏകദേശം 20% അടുത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ബാധിക്കുന്നത് കോൺഗ്രസ് എന്ന പാർട്ടിയായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കുന്നത് ഇടതുപക്ഷത്തിനാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം ഉണ്ട്, സംഘടനാ ശക്തി ഇടതുപക്ഷത്തിനുണ്ട്. അങ്ങനെ ഈ ബി ജെ പിക്ക് സംഘടനാ ശക്തിയും അതിന് മുടക്കാൻ ചിലവാക്കാനുള്ള പൈസയുണ്ടെങ്കിലും ഈ വോട്ട് എല്ലാ ഭാഗത്തു നിന്നും അവർക്ക് ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ വോട്ട് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം, ഇപ്രാവശ്യം തന്നെ 10ഓ 11ഓ നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനം എത്തിയിട്ടുണ്ട് ലോക്സഭാ ഇലക്ഷൻ. അത് ലോക്സഭാ ഇലക്ഷനുമായിട്ട് നമുക്കൊരിക്കലും നിയമസഭാ ഇലക്ഷന് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇന്ത്യയിലെ വോട്ടിംഗ് പാറ്റേൺ അങ്ങനെയാണ്. ഒരിക്കലും തദ്ദേശ തിരഞ്ഞെടുപ്പ് 1, നിയമസഭാ തിരഞ്ഞെടുപ്പ് 1, ലോക്സഭാ ഇലക്ഷൻ, അങ്ങനെയാണ് ഇന്ത്യയുടെ ജനങ്ങൾ വിലയിരുത്തുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യം കാണുന്നതാണ്, ലോക്സഭാ ഇലക്ഷന് കോൺഗ്രസ് തൂത്തുവാരും, നിയമസഭാ ഇലക്ഷന് ഇടതുപക്ഷം തൂത്തുവാരും. കാരണം രണ്ട് പാറ്റേണാണ്. ജനങ്ങൾ ചിന്തിക്കുന്നത് 2 രീതിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഘടകങ്ങളുണ്ട്. പക്ഷേ ഈ ചിലപ്പോൾ 2029 ലോക്സഭാ ഇലക്ഷൻ ആവുമ്പോൾ ബി ജെ പിക്ക് ഇപ്പോൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ സാധിച്ചു എന്ന് വരും. പക്ഷേ 2026 നിയമസഭാ ഇലക്ഷനിൽ വേറെ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോൾ 3ഓ 4ഓ മാക്സിമം പോയി കഴിഞ്ഞാൽ, എത്ര വലിയ പ്രവർത്തനം കാഴ്ച കഴിഞ്ഞാലും 20% വോട്ടിന് മുകളിലേക്ക് പോകുവാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് സാധിക്കുമോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ബാക്കി ചിലപ്പോൾ അതിന് ഒരു 3ഓ 4ഓ നിയമസഭാ ഇലക്ഷനിൽ ചിലപ്പോൾ അവർ ജയിച്ചെന്ന് വരാം. പക്ഷെ അതൊന്നും ഒരു 71 അംഗങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കേരളത്തിൽ അധികാരത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ വോട്ടിലാണ് അത് കുറവ് വരുന്നുവെങ്കിൽ, കോൺഗ്രസിൻ്റെ വോട്ടിന് ഗണ്യമായ കുറവ് വരുന്നുവെങ്കിൽ അതിൻ്റെ ഗുണം കൂടുതൽ കിട്ടുന്നത് ഇടതുപക്ഷത്തിനായിരിക്കും. അപ്പോൾ ഇടതുപക്ഷത്തിന് അധികാരം നിലനിർത്തുവാൻ, അവർക്ക് അധികാരം നിലനിർത്തിയേ തീരുവോ എന്നുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ അത് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നതായിരിക്കുന്നു.